പുനരധിവാസം നടപ്പിലാക്കാതെ ഒഴിപ്പിക്കൽ നടത്തിയതിൽ വിമർശനം രൂക്ഷമാകുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആവശ്യത്തിന് സമയം ലഭിച്ചിട്ടും പുനരധിവാസ പദ്ധതികൾ ഒരുക്കാതെ സാധാരണക്കാരായ കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. 6 മാസത്തിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കുമെന്നും MP പൂപ്പാറയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂപ്പാറയിൽ പുഴയോരത്തെ കയ്യേറ്റമൊഴിപ്പിച്ച മേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു MP. ഇവിടെ ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് പരാജയപ്പെട്ടതിനു ശേഷം പുതിയ ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതിന് മുൻപാണ്. സത്യത്തിൽ 2 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിനും അതുപോലെ ഗവൺമെന്റിനും ആവശ്യത്തിലധികം സമയമുണ്ടായിരുന്നു പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ. ഇപ്പോൾ തന്നെ ഈ കുടിയൊഴിപ്പിക്കൽ നടത്തിയതിനു ശേഷം ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായി സംസാരിച്ചിരുന്നു. ഈ വിഷയം ഏതാണ്ട് 17ഓളം വരുന്ന കുടുംബങ്ങൾ, 12ഓളം കുടുംബങ്ങൾ എന്നുള്ള നിലയിൽ വരുന്നു. അതിനിടയിൽ ഒരു കുടുംബത്തിൽ തന്നെ 3ഓ 4ഓ കുടുംബങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ 17ഓളം കുടുംബങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഭൂമിയോ വീടോ ഇല്ല എന്നുള്ള ഒരു കണ്ടെത്തലിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ സത്യത്തിൽ ആളുകളെ വഴിയാധാരമാക്കി വിടാതെ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഭവനവും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും മുൻ സർക്കാരും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പിന്മാറിയെടുത്താണ് ഈ കടുത്ത പ്രതിഷേധം ക്ഷണിച്ചു വരുത്തപ്പെട്ടത് എന്ന് പറയാതെ വയ്യ. മഴക്കാലത്തിന് തൊട്ടുമുമ്പ് മറ്റു മാർഗങ്ങളില്ലാത്ത കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചതും പ്രതിഷേധാർഹമാണെന്ന് MP പറഞ്ഞു. പുനരധിവാസം സംബന്ധിച്ച മുൻ LDF ഗവൺമെന്റും പഞ്ചായത്ത് ഭരിക്കുന്ന ഇടത് ഭരണസമിതിയും ഒന്നും ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ കുടുംബങ്ങൾക്ക് താൽക്കാലിക താമസമൊരുക്കുന്നതിനൊപ്പം അടിയന്തരമായി ഭൂമിയും വീടും ലഭ്യമാക്കുന്നതിന് ഇടപെടൽ നടത്തുമെന്നും MP വ്യക്തമാക്കി. സിറ്റി വിഷൻ പൂപ്പാറ.